ഓഗസ്റ്റ് 30 റിലീസാവുന്ന കട്ടപ്പാടത്തെ മാന്ത്രി എന്ന സിനിമയിലെ നായകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് സുമിത, വെൽക്കം ടു മാപ്സ്റ്റിക്. ഹായ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? സിനിമയിലേക്ക് ഫൈസൽ സാറ് ഇങ്ങനെ വിളിച്ച് വന്നു, എല്ലാം പറയുന്ന പോലെ തന്നെ സ്റ്റോറി പറഞ്ഞു, ഇഷ്ടമായി ചെയ്തു. ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്? ഇല്ല, ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നു. ഇല്ല. അപ്പോൾ ഇതിനു മുമ്പ് ഏതൊക്കെ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്? ഇതിന് ശരിക്കും അഖിൽ മാരാർ സാറിൻ്റെ പടമാണ് ആദ്യം ചെയ്തത്, ഒരു താത്വിക അവലോകനം. അതെ. അതിനുശേഷം റാണി ചിത്ര മാർത്താണ്ഡ, നമ്മുടെ പിങ്കു പീറ്റർ സാറിൻ്റെ യുവ മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പടത്തിലാണ് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു വേഷമാണ് ഈ ഒരു സിനിമയിൽ. വ്യത്യസ്തത കൊണ്ടുവരാൻ മാത്രം ഞാൻ ചെയ്തിട്ടില്ല. അതിന് മാത്രം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് കിട്ടണേ എന്തോ ഭാഗ്യം. അതന്നെ. അല്ല, അപ്പൊ കിട്ടുന്ന സിനിമകളെല്ലാം അക്സെപ്റ്റ് ചെയ്യാറുണ്ട്? പിന്നല്ലാണ്ട് കിട്ടണതേ ഭാഗ്യം. പിന്നെ എങ്ങനെ? അല്ല, അത് അങ്ങനെ പറയാൻ കാരണം ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഇൻഫ്ലുവൻസർ അല്ല, കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ, വെബ് സീരീസ് ഒക്കെ ചെയ്യുന്ന. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇല്ല, ആക്ടിങ് അങ്ങനെ ചെയ്യുന്നത് അതൊരു എന്റർടൈനിങ് മാത്രല്ലേ. ആക്ടിങ് എന്ന് പറയുമ്പോൾ അത് വേറൊരു തലമല്ലേ. അതിന് എന്റർടൈൻമെന്റ് ആണ്, നമ്മൾ പെർഫോം ചെയ്യണമല്ലോ. അല്ല, ഒരു ആക്ടർ ആവാൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സിനിമ നടനാവാനാണ്? സിനിമ നടനാവണം എന്നല്ല, നടനാകാനാണ് ആഗ്രഹം. അതിപ്പോ ഏതൊരു മേഖല, ഏതൊരായാലും ആക്ടിങ്, പക്ഷെ കൂടുതൽ അഭിനയിക്കണം. പഠിക്കാൻ പറ്റുന്ന മേഖല കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സിനിമയിലുള്ളവരാണ്. കാരണം അവരാണല്ലോ ഒരുപാട് പേര്, നമ്മുടെ ലെജൻസുകൾ ഒരുപാട് പേരില്ലേ. അല്ല, ഇപ്പൊ സിനിമയിലേക്കാളും കൂടുതൽ നല്ല രീതിയിൽ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ഒരുപാട് നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ആക്ടിങ് എന്ന് പറഞ്ഞ സംഭവം പഠിക്കാൻ. അതിപ്പോ വെബ് സീരീസ് ഇപ്പൊ നമ്മളൊന്നും ആക്ടിങ് അങ്ങനെ ആയിട്ടില്ല, പഠിച്ചു വരുന്നില്ലുള്ളൂ. അത് നമുക്കിപ്പോൾ പുസ്തകങ്ങളിലൂടെ ആയാലും മറ്റു അറിവുകളിലൂടെ ആയാലും ഇന്റർവ്യൂസിലൂടെ ആയാലും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇത്ര ശതമാനം. ബാക്കിയെല്ലാം നമ്മ കൂടെ ഇടപഴകി പഠിച്ച് ഒരു തെളിയണല്ലോ. അതിന് ആർട്ടിസ്റ്റുകളുടെ കൂടെ തന്നെ അഭിനയിക്കണം. അതിന് സിനിമയിൽ വന്ന വലിയ ആൾക്കാരില്ലേ, ഒരുപാട് വലിയ ആൾക്കാരില്ലേ. അപ്പൊ ഈ ഒരു കഥ കേട്ടപ്പോ എന്താണ് തോന്നിയത്? എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞില്ല ബ്രോ, അങ്ങനെ ഒരു സെലക്ട് ചെയ്യാനോ അങ്ങനൊന്നും ഇല്ല. ഓരോ സംഭവം വന്നാൽ തന്നെ വലിയ മഹാഭാഗ്യം. അല്ല, ഇപ്പൊ നായകനായിട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. നായകൻ എന്നല്ല, അത് ഒരു പ്രധാന വേഷത്തിൽ ഒരാൾ അത്രേ ഉള്ളൂ. കാരണം അച്ഛൻ ചെയ്യുന്നുണ്ട്, വിനോദേട്ടൻ, പ്രിയ ചേച്ചി. അച്ഛനും ഭയങ്കരമായ ക്യാരക്ടറാണ്. ഒരാള് ഞാനാണെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ വിക്കനായിട്ടാണ് അല്ലേ അച്ഛൻ പറഞ്ഞത്? അത്രത്തോളം പെർഫോമൻസ് ചെയ്യാനുണ്ട്. അച്ഛൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളൂ. പെർഫോമൻസ് ഒക്കെ, വിനോദേട്ടന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ എത്രയോ നാളുകളായിട്ട് കാണുന്നതാണ്. മറിമായം, എന്താണ്, അതല്ലാതെ എന്തോ അവരൊക്കെ ആർട്ടിസ്റ്റുകളല്ലേ. അല്ല, അപ്പൊ ആ വിക്കായിട്ടുള്ളൊരു രംഗമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഇമോഷണൽ ആയിട്ട് ആ ഒരു സീനൊക്കെ അഭിനയിക്കുമ്പോ എന്തായിരുന്നു ആ ഗംഭീരം? എനിക്ക് എന്റെ ഡയലോഗ് മറന്നു, കാരണം നമ്മത് കണ്ടിട്ടില്ല. ഞാനിപ്പോ ജസ്റ്റ് ഒരു ഇത് കണ്ടേ, അപ്പൊ പെട്ടെന്ന് ഒരു ഇമോഷണൽ ചെയ്തൂല്ലേ, ചെറിയൊരു രീതിയിൽ ചെയ്തു. എന്റെ പൊന്നു, അത് ശരിക്കും പറഞ്ഞാൽ നമ്മ കണ്ടു പോകും. ഇപ്പൊ കണ്ടു. ഞാൻ എന്റെ ഡയലോഗൊക്കെ മറന്നു പോയി. അച്ഛനിങ്ങനെ കാരണം കഷ്ടപ്പെട്ടതല്ലേ. നമ്മ ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ഒക്കെ പെർഫോമൻസ്. ഇപ്പൊ നേരിട്ട് കാണുമ്പോ നമ്മ അങ്ങനെ നോക്കിയെന്ന് പോകും, ഇടയ്ക്ക് വിട്ടുപോകും. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? എനിക്ക് ഭയങ്കരമായിട്ട്, നമുക്കെല്ലാം ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ബ്രോ. അപ്പൊ നമുക്കെല്ലാം എക്സ്പീരിയൻസ് ആണ്. ആരേന്നും എല്ലാവരേന്നും എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് പടത്തിനെ സംബന്ധിച്ചോളം. പടം ഇറങ്ങി ഇതിന് പഠിക്കാനുണ്ടല്ലോ. നമുക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിട്ട് എന്താ കാര്യം? ചെയ്യാൻ കേപ്പബിൾ അല്ലെങ്കിൽ പിന്നെ അവസരം കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പൊ അതിന് തയ്യാറാകുക. അടുത്ത കുറേ പടങ്ങൾ ചെയ്യുമ്പോൾ, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. അങ്ങനെയാണ് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആക്ടിങ് അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ്. മമ്മൂക്ക പറഞ്ഞ പോലെ ഇത് രാവിയാണ് പറ്റുള്ളത്.